കേന്ദ്രമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി കയ്യേറിയ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ചു. രാമനഗരയിലെ ഫാം ഹൌസിന് സമീപം കയ്യേറിയ 14 ഏക്കറിലധികം സർക്കാർ ഭൂമിയാണ് തിരിച്ചുപിടിച്ചത്. ഒഴിപ്പിക്കലിൽ വന്ന കാലതാമസം കർണാടക ഹൈക്കോടതി ചോദ്യം ചെയ്തതോടെയാണ് നടപടി. നദീറ എ പി വിവരങ്ങളുമായി. നദീറ, ഇപ്പോൾ ഭൂമി തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഭൂമി തിരിച്ചുപിടിച്ചതിനോട് എങ്ങനെയാണ് ഇപ്പോൾ കുമാരസ്വാമി പ്രതികരിക്കുന്നത്? ഇത് രാമനഗര ജില്ലയിലുള്ള ബിഡദി എന്ന സ്ഥലത്തുള്ള കേതനഹള്ളിയിലായിരുന്നു ഈ കുമാരസ്വാമി ഉൾപ്പെടെയുള്ളവർക്ക് ഭൂമി ഉണ്ടായിരുന്നത്. ഇതിൽ കുമാരസ്വാമി തൻ്റെ ഫാം ഹൗസിനോട് ചേർന്നുള്ള കുറേ ഭാഗം കയ്യേറി എന്നായിരുന്നു കേസ്. ഇത് മുന്നിലേക്ക് വന്നത് മുഡാഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ സർക്കാർ വലിയ അന്വേഷണം നേരിടുന്ന സമയത്തായിരുന്നു. എതിർകക്ഷി എന്ന നിലയിൽ, അതായത് പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരാളെന്ന നിലയിൽ കുമാരസ്വാമിക്കെതിരെ ഈ ആരോപണം വന്നത്. അന്ന് സർവേ നടത്തുകയും 14 ഏക്കറോളം ഭൂമി കയ്യേറി എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇത് കുമാരസ്വാമി മാത്രമല്ല, വേറെയും ചിലരുണ്ട്. ഇങ്ങനെ ചേർന്ന് 14 ഏക്കർ ഭൂമി സർക്കാർ ഭൂമി കയ്യേറി എന്ന് കണ്ടെത്തുകയായിരുന്നു. അതാണ് ഇന്ന് SIT പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അവരവിടെ എത്തി കോടതി നടപടി നടപ്പിലാക്കിയിരിക്കുന്നത്. കോടതി ഇത് തിരിച്ചുപിടിക്കുന്നതിൽ കാലതാമസം നേരിട്ടതിനെ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണോ ഇങ്ങനെ കയ്യേറ്റം കണ്ടിട്ടും തിരിച്ചുപിടിക്കാത്തത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘ വിഭാഗം അവിടെ എത്തി ഇന്ന് ഇതിൻ്റെ നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏകദേശം 14 ഏക്കറോളം ഭൂമി വിവിധ ആളുകളിൽ നിന്നായി. അതിൽ ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറിയിരിക്കുന്നത് കുമാരസ്വാമിയാണ്. കുമാരസ്വാമിയുടെ ഫാം ഹൗസിന് സമീപമുള്ള ഈ ഭൂമി അടക്കമുള്ള 14 ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. ശരി, എ പി നദീറയാണ് വിവരങ്ങൾ നൽകിയത്.